ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സിന്നമൺ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ വെച്ച് 3 തവണ അരിച്ചെടുക്കാവുന്നതാണ്. ഇവ രണ്ടിൽ ഏതാണ് എളുപ്പം എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് ഓയിലും ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ബീറ്റർ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ചേരുവയും കൂടി ചേർക്കാം. 2 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. എല്ലാവർക്കും മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ. ആ ടേസ്റ്റ് മാറാനാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേനിൽ 1/4 കപ്പ് ചോപ്പ് ചെയ്തെടുത്ത ഈന്തപ്പഴം ചേർക്കാം. ഇത് ഞാൻ 1 മണിക്കൂർ മുൻപ് സോക്ക് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് വീണ്ടും 2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് ഫൈനായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ക്യാരറ്റും ചേർന്ന് വന്നിട്ടുണ്ട്. ശേഷം നേരത്തെ തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് സാവധാനം മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി മിക്സ് ചെയ്തെടുത്താൽ ബാറ്ററിൻ്റെ പ്രോസസ്സിംഗ് നഷ്ടപ്പെടുകയും കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കേക്ക് ചുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബേക്ക് ചെയ്യാനും വെക്കണം. ഇപ്പോൾ ഈന്തപ്പഴവും ക്യാരറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ചെടുത്ത ബദാം കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ബദാം തന്നെ വേണമെന്നില്ല കേട്ടോ. ബദാമിന് പകരം കശുവണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ വാൾനട്ടോ നട്ട്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഒരു കേക്ക് മോൾഡിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്ത് സ്പ്രെഡാക്കണം. എന്നിട്ട് മൈദപ്പൊടി തട്ടിക്കളയാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ മൈദപ്പൊടി ബേക്ക് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ശേഷം ഈ മോൾഡിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടി കൊടുക്കുക. ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ ബാറ്ററിനുള്ളിലെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. പിന്നെ ഭംഗിക്ക് വേണ്ടി കുറച്ച് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ബാറ്ററിന് മുകളിൽ നിരത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. അതിനായി ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് 10 മിനിറ്റ് മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും ബാറ്റർ റെഡിയായതിനു ശേഷം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഇരുമ്പുചട്ടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
കേക്ക് മോൾഡ് വെക്കുമ്പോൾ ഡയറക്റ്റായി ഇരുമ്പ് ചട്ടിയിൽ വെക്കാതെ പൊങ്ങി നിൽക്കുന്ന ആ വിധത്തിലുള്ള റിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് മൂടി വെക്കുമ്പോൾ ആവി പുറത്തേക്ക് പോകാത്തക്ക വിധത്തിലുള്ള ഏതെങ്കിലും മൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്കിവിടെ സ്യൂട്ടബിളായി വന്നത് ഒരു ചെമ്പാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് വേണം ബേക്ക് ചെയ്യാൻ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്ക് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കിൽ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ ചട്ടിയിൽ നിന്നും മാറ്റിവെച്ച് ചൂടാറാൻ വെക്കാം. കേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബട്ടർ പേപ്പർ എല്ലാം എടുത്തു മാറ്റാം. നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ രീതിയിൽ പോയാൽ നല്ല ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ടുള്ള നല്ലൊരു കിടിലൻ കേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഏതൊരു കേക്കും പിറ്റേന്ന് മുറിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആകുന്നത്. ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഡേറ്റ്സും ക്യാറ്റും കൂടുമ്പോൾ തന്നെ അതിലേറെ രുചിയുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.